ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ചെറുചീരയും ഡാലും കൂടെ തോരനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂണുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വറ്റൽമുളകാണ്. വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വഴറ്റി എടുക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് വഴറ്റി എടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചീര ചേർത്ത് കൊടുക്കാം. ചീര ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനിയും ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ജീരകമാണ്. ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കാം. ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും വേവിക്കാൻ വെച്ചിരിക്കുന്ന ചീര ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്ന് ചതച്ചെടുത്തിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് നമുക്ക് ഈ ചീരത്തോരനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നിന്ന് എല്ലാം കൂടെ ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചെറുചീരയും ഡാലും കൂടെ ഇട്ടൊരു തോരനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.